കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളോട് സുധാകര, ഞാൻ കള്ളുഷാപ്പ് കത്തിച്ചു കളയാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോ കള്ളുഷാപ്പ് കത്തിച്ചു കളയാൻ ഉത്തരവിട്ടത് ഞാനല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യായിരുന്നു, അല്ലേ? അതെ. യുവർ ഓണർ, അങ്ങേക്ക് തന്ന മൊഴിയും ഇവിടെ പറഞ്ഞിരിക്കുന്ന മൊഴിയും തമ്മിൽ അന്തരമുണ്ട്. സത്യത്തിൽ ഞാൻ ഇവരിവിടേക്ക് വിളിക്കുമ്പോഴും ഇത്രയൊരു ചോദ്യം ഞാൻ ഇവരോട് ചോദിക്കുമ്പോഴും ഇങ്ങനെയൊരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം കള്ളം പറയാൻ കൂലിക്കെടുത്തവരാണ് ഈ നിൽക്കുന്ന സുധാകരനും വാമദേവനും. അങ്ങനെയുള്ളപ്പോ അവർ ഒരിക്കലും സത്യത്തിനൊപ്പം നിൽക്കില്ല എന്ന ധാരണയുള്ളതുകൊണ്ട് ഇവരിൽ നിന്നും ഇങ്ങനെയൊരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്നാ ഞാൻ കോടതിക്ക് മുൻപാകെ പറഞ്ഞത്. എന്തായാലും നീതിപീഠത്തിന്റെ മുന്നിലെത്തിയപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വാമദേവനും സുധാകരനും കോടതിക്ക് മുൻപിൽ വെളിപ്പെടുത്തിയതിനാൽ ഇനി എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ. ഈ കേസിൽ എന്റെ ഭാഗത്തെ ന്യായം കോടതിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് എന്നെ നിരുപാധികം കുറ്റവിമുക്തയാക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. Any cross? Yes, Your Honor. Proceed. നിങ്ങളല്ലേ അന്ന് കള്ള് ഷാപ്പ് കത്തിച്ചത്? ആണെന്ന് പറഞ്ഞല്ലോ സർ. അത് മാത്രമല്ല പറഞ്ഞത്, സ്ഥലം വില്ലേജ് ഓഫീസറാണ് അതിനുള്ള ഉത്തരവിട്ടതെന്ന് നിങ്ങൾ കോടതിയോടും പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ മൊഴി മാറ്റി പറയാൻ സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് എത്ര പണം തന്നു? മൊഴി മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് പണം തന്നത് സദാനന്ദ മുതലാളിയാണ് സാർ. ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഇവിടെ എടുക്കരുത്. കോടതിക്ക് വേണ്ടത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും വില്ലേജ് ഓഫീസർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുമാണ്. എന്നിട്ട് നിരപരാധിയായ എന്റെ കക്ഷിയെ നിങ്ങൾ പ്രതിയാക്കാൻ നോക്കണം. ഞങ്ങൾ നടന്ന കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ആരെയാണ് ഈ ഭയക്കുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾക്കാരെയും ഭയമില്ല സാർ, അതുകൊണ്ടാ സത്യം വിളിച്ചു പറയുന്നത്. ഇനി സ്പെഷ്യൽ പിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു കേസിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ രണ്ട് മൊഴികളാണ് സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോടതിയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്ന്, ഇന്ന് കോടതിയിൽ പറയുന്നത് മറ്റൊന്ന്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ കേസ് ഒന്നുകൂടി പുനഃപരിശോധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. നിങ്ങൾക്ക് പോകാം. സദാനന്ദന്റെ കള്ളുഷാപ്പ് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടത് ഭാഗ്യലക്ഷ്മിയാണെങ്കിലും അവർ കള്ളുഷാപ്പ് കത്തിച്ചു കളയാൻ നിമിത്തമായിട്ടില്ലെന്ന് സാക്ഷിമൊഴികളിൽ നിന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ആരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയെ കുറ്റക്കാരിയായി കാണാൻ ഈ കോടതിക്ക് കഴിയില്ല. അതിനാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. കക്ഷികളൊക്കെ കൂറുമാറുമെന്ന് അറിയില്ലായിരുന്നോ വിജയൻ വക്കീലെ? അതറിയേണ്ടത് ഞാനല്ല,
ഈ കേസിൽ പണം മുടക്കിയവരെ. പുറത്തിറങ്ങിയ പണിയാവോ? കോടതിക്കകത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. നീ വാ. എടാ കാർത്തി, പണം കൊടുത്ത് വിലക്കെടുക്കുന്നവർക്ക് ഒരു മിനിമം ആത്മാർത്ഥെങ്കിലും വേണ്ടടാ. ഷാപ്പ് കത്തിക്കാനും കള്ളസാക്ഷി പറയാനും എത്ര രൂപയാ തൊലച്ചത്? എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നന്ദി കേട്ടവന്മാരെ, കാശ് വാങ്ങി ചതിച്ചെങ്കിൽ അതിന് പരിഹാരം കാണാൻ എനിക്കും എന്റെ അച്ഛനും അറിയണം. നീയൊക്കെ ഇനി ഒരു ദിവസം പോലും വീട്ടിനകത്ത് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പോകുന്നില്ല. കാർത്തി, ഇത് കോടതി മുറ്റ വേണ്ട. നീയൊക്കെ നോക്കിക്കോ, നിന്റെയൊക്കെ നാശത്തിനാ നാവ് പഴിച്ചത്. ഞങ്ങൾ എറിഞ്ഞതിനേക്കാളും കൂടുതൽ എറിഞ്ഞു അവന്മാരെ കൊണ്ട് മൊഴി മാറ്റിക്കാൻ, അല്ലേ? മരുമകനായിരിക്കും സഹായിച്ചത്. എന്നെ ആരും സഹായിച്ചിട്ടില്ല. പിന്നെ ഒരാളുടെ സഹായം എനിക്കുണ്ടായിട്ടുണ്ട്, മുകളിലുള്ള ഒരാളുടെ. രണ്ടാമത്തെ തവണയാ ഭർത്താവ് ഭാര്യയ്ക്ക് മുന്നിൽ തോൽക്കുന്നത്. എന്നാരാ നിന്നോട് പറഞ്ഞത്? ഇങ്ങേരാദ്യം തോറ്റതേ സ്വന്തം കുടുംബത്തിലാ. അടങ്ങടി, ഒന്ന് അടങ്ങ്. അവന്മാര് സാക്ഷി പറയാനില്ലായിരുന്നെങ്കിലേ മറ്റൊരു കാഴ്ച എല്ലാരും കണ്ടേനെ. അത് പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ വന്നത്. എന്നാ എന്നെ പോലും ഞെട്ടിച്ചു കളഞ്ഞു അവര് സാക്ഷി പറഞ്ഞത്. ഞാനും എന്റെ മകളും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ. ഒന്നുമല്ലടി, ഒന്നുമല്ല. നിനക്കറിയാമായിരുന്നു കോടതിയിൽ വരുമ്പോ അവന്മാര് മൊഴി മാറ്റുമെന്ന്. അതുകൊണ്ടാ നീ തന്റെ അടുത്തോടെ വക്കീൽ വേഷം കിട്ടി ഇവിടെ വന്നത്. പറയാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം. വീട്ടിൽ വരുമ്പോ ഇളയ മോൾക്കൊപ്പം ചേർന്ന് എന്നെ കോമാളിയൊക്കെ നോക്കരുത്, കേട്ടല്ലോ? ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. ഷാപ്പ് കത്തിച്ച സംഭവത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നാ ഇതുപോലെ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിയ പല ബിൽഡിങ്ങുകളും നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്, പലരുടെയും. ആ കേസുകളൊക്കെ ഒന്നൊന്നായി തിരിച്ചു വരും. നിങ്ങൾ തിരിച്ച് ജോലി കയറാൻ പോകുന്നില്ല. നിൽക്ക. എന്നെ ജയിലിൽ കയറ്റിയ നിങ്ങള് ഒരു ദിവസമെങ്കിലും അഴി എണ്ണണം. അതുകൊണ്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഒന്ന് പോടാ. നിന്റെ വീട്ടിലൊരുത്തനുണ്ടല്ലോ, അവനോട് പോയി പറ ഈ കേസിലും വിജയിച്ചത് ഭാഗ്യലക്ഷ്മിയാണെന്ന്. ഭാഗ്യലക്ഷ്മി, കോടതിയിലെ ഭാഗ്യലക്ഷ്മിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് ബഹുമാനം തോന്നി. കേസ് ജയിക്കാൻ സഹായിച്ചത് ആ രണ്ട് സാക്ഷികളാണെങ്കിലും ഭാഗ്യലക്ഷ്മി ഒട്ടും പതറിയില്ല. താങ്ക് യു. അങ്ങനെ താങ്ക്സ് പറഞ്ഞ് പെട്ടെന്നങ്ങ് പോകാൻ വരട്ടെ. നമ്മളൊക്കെ ബന്ധുക്കളാ. എന്റെ പേര് രഞ്ജിനി, അഡ്വക്കേറ്റ് ആണ്. ഞാൻ ജയലാലിന്റെ ചേട്ടൻ ഹരിലാലിന്റെ അമ്മായിമ്മയാ. ജയൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജയലാലിന്റെ അമ്മയെ കോടതിയിൽ കയറ്റിയതും ജയിലിലാക്കിയതും ഞാനാ. അന്നത് വേണ്ടി വന്നു. അറിയാലോ അവരുടെ സ്വഭാവം. അറിയാം. ദേ, ആ നിൽക്കുന്നവനല്ലേ കാർത്തി? അതെ. അവൻ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. എന്തായാലും സമൂഹത്തിൽ പണവും സ്വാധീനവും ഉള്ളവർക്കെതിരെ തന്റെ അടുത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള ഭാഗ്യലക്ഷ്മിയുടെ കഴിവ് എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. സ്വന്തം ഭർത്താവ് കോടതിക്കകത്ത് വീണ്ടും തല ഉനിച്ചു, അല്ലേ? ഞാൻ ജയിലിൽ പോകുന്ന കാണാനാ കുട്ടികളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരാളെ ഇനിയും കൂടെ കൂട്ടണോ ഭാഗ്യലക്ഷ്മി? എന്റെ ജീവിതത്തിൽ എന്റെ മോളുടെ അച്ഛൻ ഒരു അധികപ്പറ്റായി തോന്നിയപ്പോ ഞങ്ങൾ അവിടെ വെച്ച് നിർത്തി ഒന്നിച്ചുള്ള യാത്ര. ഞാനും അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോ
കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റാതെയായി. വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് കുട്ടികളുടെ ഭാവിക്കും നല്ലതാ. എന്തായാലും ഭാഗ്യലക്ഷ്മി വില്ലേജ് ഓഫീസർ അല്ല ആകേണ്ടിയിരുന്നത്. ഇളയ മകളെ പോലെ LLB എടുത്ത് ഒരു വക്കീലായിരുന്നെങ്കിൽ ഇന്ന് അഡ്വക്കേറ്റ് വിജയകുമാറിന് ഒരുപാട് തവണ ഭാഗ്യലക്ഷ്മിയുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നേനെ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇന്ന് കോടതിയിലേക്ക് വന്നത്. എന്നാൽ സാക്ഷി വിസ്താരം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കേസ് നമ്മുടെ വഴിക്കാണെന്ന്. ഇടയ്ക്ക് ഞാൻ മോളെ മരുമോനെയും കൂട്ടി വീട്ടിലേക്ക് വരാം. ഓ, വന്നോളൂ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്ന് ഞാൻ പോട്ടെ. തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളോട് മത്സരിക്കാൻ നിൽക്കാത്തതാ നല്ലത്. നമ്മളാരാണോ? എന്റെ വേഷം കണ്ടാൽ അറിയില്ലേ ഞാൻ ആരാണെന്ന്? നിങ്ങൾ ആരായാലും ആ പോയളുമായിട്ട് അധികം കൂട്ടുവേണ്ട. ചിലപ്പോ നിങ്ങളായിരിക്കും അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. എന്തായാലും ശരി, അവർക്കൊപ്പം നിൽക്കുന്നവരും അവരെ സഹായിക്കുന്നവരും ഞങ്ങൾക്ക് ശത്രുക്കളാ. അവരും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. പോട്ടെ. അറിയോ എന്നെ? അറിയാതിരിക്കാനെന്താ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കോടതിയിലെ പ്രകടനം? തോറ്റു അല്ലേ? എടോ, നല്ലൊരു ഭാര്യയും മക്കളെയും ആണല്ലോ തനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ തനിക്ക് എന്തിന്റെ സൂക്കേടാടോ? കുടുംബം നോക്കുന്നില്ല, പോട്ടെ. എന്നാൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ അമ്മയെ സ്നേഹിക്കാനെങ്കിലും തനിക്ക് ശ്രമിച്ചുകൂടെ? എന്റെ വീടിനെ പറ്റി എന്റെ ഇളയമോള് പറയുന്ന മാത്രമേ ജഗൻ അറിയൂ. മക്കൾക്കാണല്ലോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അവര് പറയുന്നത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ വളർത്തി വഷളാക്കിയ മക്കളാ എന്റെ മക്കള്. അത് തന്നെ നിങ്ങളുടെ കഴിവുകേടല്ലേ? അച്ഛനായാൽ ഒരു മക്കളും അമ്മയുടെ മാത്രം മക്കളാവില്ല, അവരച്ഛന്റെ കൂടി മക്കളായിരിക്കും. ജഗനിപ്പോ എന്താ വേണ്ടത്? തോറ്റ് തലതാഴ്ത്തി വരികയല്ലേ, ആ മുഖമൊന്ന് കണ്ടേക്കാന്ന് കരുതി. സത്യത്തിൽ സദാനന്ദനെയും കാർത്തിയേക്കാളും എന്തൊരു ചതിയനാണോ താൻ? സ്വന്തം ഭാര്യയ്ക്കെതിരെയുള്ള കേസിന് 10 ലക്ഷം രൂപ വാങ്ങിക്കുക, എന്നിട്ട് അത് മൂത്ത മോളുടെ ബാധ്യത തീർക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുക. ആ സമയത്ത് പാവം അമ്മയും മക്കളും നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ കരുതുക. എന്നിട്ട് അതിന്റെയൊക്കെ അവസാനം ഒരച്ഛനും ചെയ്യാത്ത പ്രവൃത്തിയല്ലോടോ നിങ്ങൾ ചെയ്തത്. അതിന് കഴിക്കുന്ന ഭക്ഷണത്തില് വിഷം കലർത്തി തരിക വേണ്ടത്. കൊല്ലണം ഇത്രക്കാരെ. അല്ലെങ്കിൽ തന്നെ കൊല്ലുന്നുണ്ട് എന്റെ ഭാര്യ വാക്കുകൾ കൊണ്ട്. ഇന്ന് കോടതിയിൽ പോലും കൊന്നല്ലോ. പ്രശസ്തനായ വക്കീൽ ഭാര്യയുടെ മുമ്പിൽ അടിയളവ് പറഞ്ഞില്ലേ? അതിന്റെ പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട്. എന്താ സംശയം? നിങ്ങളുടെ ഇളയ മകളുണ്ടല്ലോ ദിയ, അവളൊരു മിടുക്കി കുട്ടിയാ. ദിയ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ ഒരിക്കലും കോടതിയിൽ പരാജയപ്പെടാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? അച്ഛൻ തോൽക്കണം, പിന്നെ തോൽപ്പിച്ചേ അടങ്ങുമെന്ന് എനിക്ക് വാശിയായി. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തോ.
ഗൃഹൻ. നീയാണോടെ സുധാകരൻ? അതെ. 4-5 മാസം മുമ്പ് സദാനന്ദൻ കയ്യേറി ഒരു ഷാപ്പ് കത്തിച്ചായിരുന്നല്ലോ. അതാരാടാ ചെയ്തത്? ഇവനാ. രണ്ടാളും എന്റെ പിന്നാലെ വരണം. എന്തിനാണ്? വരാൻ പറഞ്ഞാ വരണം, അല്ലാതെ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ വരാൻ പറഞ്ഞത്. അണ്ണാ, സദാനന്ദ മുതലാളി പറഞ്ഞിട്ടാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അതേപ്പറ്റി നിന്നോട് ചോദിച്ചോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. സദാനന്ദനോ അവന്റെ അപ്പനോ ആരോ പറഞ്ഞോട്ടെ, അണ്ണന് നിങ്ങളോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. മര്യാദയ്ക്ക് പിന്നാലെ വന്നോളണം. പാടാ. വരാതിരുന്നാലേ തല്ലി ബോധം കെടുത്തിയായിരിക്കും കൊണ്ടുപോകുന്നത്. അത് വേണോടാ? വേണ്ടണ. എന്തോ കുഴപ്പമുണ്ടല്ലോ. അവൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അതിനേക്കാളും വലിയ കുഴപ്പം. വരയും പുലിയേക്കാളും വലിയ പശക. നീ വാ. കാണാത്ത കാര്യങ്ങൾ കണ്ടെന്നൊരുത്തൻ കോടതിയിൽ പറഞ്ഞു. അവനെ പിന്നെ ഞാൻ പൊക്കിക്കോളാം. നീ ആര് പറഞ്ഞിട്ടാ കള്ള് ഷാപ്പ് കത്തിച്ചത്? ചോദിച്ചു കേട്ടില്ലേ? ആര് പറഞ്ഞിട്ടാ നീ ഷാപ്പ് കത്തിച്ചെന്ന്? വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടാണോ? അല്ല, ഞങ്ങൾ ഷാപ്പ് കത്തിച്ചത് സദാനന്ദ മുതലാളി പറഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ പറയാവൂ കോടതിയിലും. അതിപ്പോ എന്താ അതിപ്പോ? പറഞ്ഞത് കേട്ടാ മതി. നീയൊക്കെ കേട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ ഭാര്യയും മക്കളും നിന്നെ കാണില്ല. അങ്ങനെ ചെയ്തതിന് സദാനന്ദ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയതാ അണ്ണന്മാര്. എത്ര പൈസ വാങ്ങിയാലും നിന്നോടൊന്നും അത് തിരിച്ചു ചോദിക്കില്ല സദാനന്ദനും മോനും ഒന്നും. അതിനുള്ള ചങ്കൂറ്റ അവന്മാർക്കില്ല. കോടതി കൂടുന്നത് വരെ ഈ വിവരം സദാനന്ദനും അവന്റെ മോനും അറിയാൻ പാടില്ല. അതിനുശേഷം അവന്മാര് നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ പേര് പറഞ്ഞാൽ മതി, അവന്മാർ അടങ്ങിക്കോളും. പിന്നെ അതല്ല, നിനക്കൊക്കെ അവന്മാർ എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കിയ അവന്മാരുടെ വീട് കയറി ഞാൻ തല്ലും. പറഞ്ഞത് കേട്ടോടാ. പാവപ്പെട്ട ഒരു വില്ലേജ് ഓഫീസറാ ഭാഗ്യലക്ഷ്മി. അവരൊരിക്കലും കോടതിയില് കേസ് തോൽക്കാൻ പാടില്ല. അവർക്ക് മുന്നിൽ അവരുടെ ഭർത്താവ് പരാജയപ്പെടണം. സദാനന്ദനും മോനും ഒരിക്കൽ കൂടി അടിയറവ് പറയണം. കോടതി കൂടുന്നത് വരെ സദാനന്ദനും മോനും വിജയകുമാർ വക്കീലും ഒക്കെ ജയിച്ചോട്ടെ. എന്നാൽ കോടതിക്ക് പുറത്തിറങ്ങുമ്പോ തലയുയർത്തിപ്പിടിച്ച് പോകുന്നത് അത് വില്ലേജ് ഓഫീസർ ആയിരിക്കണം. അതിനെന്തെങ്കിലും കോട്ടം തട്ടിയ നിന്റെയൊക്കെ ജീവൻ എടുത്തിട്ടായിരിക്കും ഞാൻ മറുപടി പറയുക. നിനക്കൊക്കെ അറിയാവല്ലോ എന്നെ. അറിയാണ. അതും മനസ്സിൽ വെച്ചോണ്ട് പൊയ്ക്കോ. ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യത്തേ ഉള്ളൂ. ഞങ്ങള് മൊഴിമാറ്റി പറഞ്ഞോളാം. രണ്ടുപേരും പൊയ്ക്കോ. ശരി. യുവന്മാരെ വിശ്വസിക്കാമോ?
എന്നെ നന്നായിട്ട് അറിയാവുന്നവന്മാരാ. ഇവന്മാരുടെ ഒന്ന് രണ്ട് കൂട്ടാളികള് എന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചിട്ടുള്ളതാ. അത് അവന്മാരുടെ മനസ്സിലുണ്ടെങ്കിൽ അവന്മാര് കോടതിയിൽ കളിക്കില്ല.